ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LDSയിലെ രസതന്ത്രവുമായി ബന്ധപ്പെട്ട് PSCയിലെ മുൻവർഷങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉൾക്കാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏത്? ഇരുമ്പ്. ഭൂമിയുടെ ഉൾക്കാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. അടുത്തത്, ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകം ഏത്? മെർക്കുറി. ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകമാണ് മെർക്കുറി. അടുത്തത്, ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ഹാലോജൻ ഏത്? ഫ്ലൂറിൻ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ഹാലോജനാണ് ഫ്ലൂറിൻ. അടുത്തത്, യുറേനിയത്തിൻ്റെ മുഖ്യ അയിര് ഏത്? പിച്ച് ബ്ലെൻഡ്. യുറേനിയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അയിരാണ് പിച്ച് ബ്ലെൻഡ്. അടുത്തത്, റബ്ബറിൻ്റെ ലായകം ഏത്? ബെൻസീൻ. റബ്ബറിൻ്റെ ലായകമാണ് ബെൻസീൻ. അടുത്തത്, എല്ലുകളിൽ കാണപ്പെടുന്ന സംയുക്തം ഏത്? കാൽസ്യം ഫോസ്ഫേറ്റ്. എല്ലുകളിൽ കാണപ്പെടുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. എല്ലുകളിൽ കാണപ്പെടുന്ന കാൽസ്യം സംയുക്തം ഏതെന്ന് ചോദിച്ചാലും കാൽസ്യം ഫോസ്ഫേറ്റ് തന്നെയാണ്. അടുത്തത്, ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആര്? റോബർട്ട് ബോയിൽ. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് റോബർട്ട് ബോയിലാണ്. അടുത്തത്, പ്ലാസ്മാവസ്ഥയിൽ ദ്രവ്യമായി സ്ഥിതി ചെയ്യുന്നത് എന്താണ്? അയോണുകൾ. പ്ലാസ്മാവസ്ഥയിൽ ദ്രവ്യമായി സ്ഥിതി ചെയ്യുന്നത് അയോണുകളാണ്. അടുത്തത്, ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപമേത്? ഗ്രാഫൈറ്റ്. ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപമാണ് ഗ്രാഫൈറ്റ്. അടുത്തത്, മെഗ്നീഷ്യം വേർതിരിക്കുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? വൈദ്യുത വിശ്ലേഷണം. മെഗ്നീഷ്യം വേർതിരിക്കുന്നത് വൈദ്യുത വിശ്ലേഷണം പ്രക്രിയയിലൂടെയാണ്. അടുത്തത്, കുമ്മായക്കൂട്ട് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ഏത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കുമ്മായക്കൂട്ട് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അടുത്തത്, കീടനാശിനിയായി ഉപയോഗിക്കുന്ന DDT കണ്ടുപിടിച്ചത് ആര്? ഡോക്ടർ പേൾ ഹെർമൻ മുള്ളർ. കീടനാശിനിയായി ഉപയോഗിക്കുന്ന DDT കണ്ടുപിടിച്ചത് ഡോക്ടർ പേൾ ഹെർമൻ മുള്ളറാണ്. അടുത്തത്, കാർബോറത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്ത്? സിലിക്കൺ കാർബൈഡ്. കാർബോറത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്നറിയപ്പെടുന്നത് സിലിക്കൺ കാർബൈഡാണ്. അടുത്തത്, ഒരേ ഇനം ആറ്റങ്ങൾ മാത്രമുള്ള തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമായ വസ്തുവാണ് മൂലകം. ഒരേ ഇനം ആറ്റങ്ങൾ മാത്രമുള്ള തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമായ വസ്തു അറിയപ്പെടുന്നത് മൂലകം എന്നാണ്. അടുത്തത്, ഏറ്റവും അധികം അടിച്ചു നീട്ടാവുന്ന ലോഹം ഏത്? സ്വർണം. ഏറ്റവും അധികം അടിച്ചു നീട്ടാവുന്ന അല്ലെങ്കിൽ അടിച്ചു പരത്താവുന്ന ലോഹമാണ് സ്വർണം. അടുത്തത്, ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് എന്ത്? ഈഥൈൽ ആൽക്കഹോൾ. ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് ഈഥൈൽ ആൽക്കഹോളാണ്. അടുത്തത്, ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ലോഹം ഏത്? അസ്റ്റാറ്റിൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ലോഹമാണ് അസ്റ്റാറ്റിൻ. അടുത്തത്, പുളിയിലെ ആസിഡ് ഏത്? ടാർട്ടാറിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്നറിയപ്പെടുന്നത് ടാർട്ടാറിക് ആസിഡാണ്. അടുത്തത്, ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് എന്ത്? ഡ്യൂറ്റീരിയം. ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് ഡ്യൂറ്റീരിയമാണ്. അടുത്തത്, മോട്ടോർ കാറുകളുടെ ആക്സിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ക്രോം വനേഡിയം സ്റ്റീല്. മോട്ടോർ കാറുകളുടെ ആക്സിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ക്രോം വനേഡിയം സ്റ്റീല്. അടുത്തത്, തത്വചിന്തകൻ്റെ കമ്പിളി എന്നറിയപ്പെടുന്നത് എന്ത്? സിങ്ക് ഓക്സൈഡ്. തത്വചിന്തകൻ്റെ കമ്പിളി എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡാണ്. അടുത്തത്, നൈട്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഡാനിയൽ റുദർഫോർഡ്. നൈട്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഡാനിയൽ റുദർഫോർഡ്. അടുത്തത്, പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹം ഏത്? ചെമ്പ്. പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹമാണ് ചെമ്പ്. അടുത്തത്, ബേക്കിംഗ് പൗഡറിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏവ? സോഡിയം ബൈകാർബണേറ്റ്, ടാർട്ടാറിക് ആസിഡ്. ബേക്കിംഗ് പൗഡറിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് സോഡിയം ബൈകാർബണേറ്റും ടാർട്ടാറിക് ആസിഡും. അടുത്തത്, ലോകത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ ലോഹസങ്കരമേത്? ഓട്. ലോകത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ ലോഹസങ്കരമാണ് ഓട്. അടുത്തത്, വർണ്ണവസ്തുക്കളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏത്? ക്രൊമറ്റോഗ്രാഫി. വർണ്ണവസ്തുക്കളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ക്രൊമറ്റോഗ്രാഫി. അടുത്തത്, അണുഭാരം ഏറ്റവും കൂടിയ പ്രകൃതി മൂലകം ഏത്? യുറേനിയം. അണുഭാരം ഏറ്റവും കൂടിയ പ്രകൃതി മൂലകമാണ് യുറേനിയം. അടുത്തത്, ട്യൂബ്ലൈറ്റിലെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? മോളിബ്ഡിനം. ട്യൂബ്ലൈറ്റിലെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് മോളിബ്ഡിനം. അടുത്തത്, ഏത് സംയുക്തത്തിൻ്റെ ഇനങ്ങളാണ് മാണിക്യവും ഇന്ദ്രനീലവും? അലുമിനിയം. അലുമിനിയം സംയുക്തത്തിൻ്റെ ഇനങ്ങളാണ് മാണിക്യവും ഇന്ദ്രനീലവും. അടുത്തത്,
രസതന്ത്ര പരീക്ഷണങ്ങളിൽ അളവ് സമ്പ്രദായം ഏർപ്പെടുത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ലാവോസിയ. രസതന്ത്ര പരീക്ഷണങ്ങളിൽ അളവ് സമ്പ്രദായം ഏർപ്പെടുത്തിയ ശാസ്ത്രജ്ഞനാണ് ലാവോസിയ. അടുത്തത് ഏറ്റവും ഭാരം കുറഞ്ഞ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏത്? ട്രിഷിയം. ഏറ്റവും ഭാരം കുറഞ്ഞ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ട്രിഷിയം. അടുത്തത് 0°C അല്ലെങ്കിൽ 0°C ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോഹം ഏത്? മെർക്കുറി. 0°C ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോഹമാണ് മെർക്കുറി. അടുത്തത് കാലാവസ്ഥാ പഠനത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഏത്? ഹീലിയം. കാലാവസ്ഥാ പഠനത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് ഹീലിയം. അടുത്തത് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് ഏത്? അസറ്റിക് ആസിഡ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡാണ് അസറ്റിക് ആസിഡ്. അടുത്തത് ഓക്ക്, മഹാഗണി തുടങ്ങിയ വൃക്ഷങ്ങളുടെ തൊലിയിൽ കാണപ്പെടുന്ന ആസിഡ് ഏത്? ടാനിക് ആസിഡ്. ഓക്ക്, മഹാഗണി തുടങ്ങിയ വൃക്ഷങ്ങളുടെ തൊലിയിൽ കാണപ്പെടുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. അടുത്തത് ഫിലമെൻ്റ് ലാമ്പിൻ്റെ ആയുസ് എത്ര? 1000 മണിക്കൂർ. ഫിലമെൻ്റ് ലാമ്പുകളുടെ ആയുസ് എന്ന് പറയുന്നത് 1000 മണിക്കൂറാണ്. അടുത്തത് കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രണം ഏത്? പ്രൊഡ്യൂസർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, നൈട്രജൻ എന്നിവയുടെ മിശ്രിതമാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. അടുത്തത് മിനറൽ ഓയിൽ, കറുത്ത സ്വർണം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്ത്? പെട്രോളിയം. മിനറൽ ഓയിൽ, കറുത്ത സ്വർണം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് പെട്രോളിയമാണ്. അടുത്തത് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏത്? ഹൈഡ്രജൻ സൾഫൈഡ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. അടുത്തത് റയോണിൻ്റെ രാസനാമം എന്താണ്? സെല്ലുലോസ്. റയോണിൻ്റെ രാസനാമം എന്നറിയപ്പെടുന്നത് സെല്ലുലോസ് ആണ്. അടുത്തത് നീറ്റ് കക്കയുടെ ശാസ്ത്രീയനാമം എന്ത്? കാൽസ്യം ഓക്സൈഡ്. നീറ്റ് കക്കയുടെ ശാസ്ത്രീയനാമമാണ് കാൽസ്യം ഓക്സൈഡ്. അടുത്തത് ജീവവായു എന്നറിയപ്പെടുന്ന വാതകം ഏത്? ഓക്സിജൻ. ജീവവായു എന്നറിയപ്പെടുന്ന വാതകമാണ് ഓക്സിജൻ. അടുത്തത് മെർക്കുറി ശുദ്ധീകരിക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? ബാഷ്പീകരണം. മെർക്കുറി ശുദ്ധീകരിക്കുന്നത് ബാഷ്പീകരണം പ്രക്രിയയിലൂടെയാണ്. അടുത്തത് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തം ഏത്? ആലം. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തമാണ് ആലം. അടുത്തത് സൗരസെല്ലുകളിൽ ഉപയോഗിക്കുന്ന ഉപലോഹം ഏത്? സിലിക്കൺ. സൗരസെല്ലുകളിൽ ഉപയോഗിക്കുന്ന ഉപലോഹമാണ് സിലിക്കൺ. അടുത്തത് ദ്രാവകത്തിൻ്റെ 4ാമത്തെ അവസ്ഥ ഏത്? പ്ലാസ്മ. ദ്രാവകത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ എന്നിങ്ങനെയാണ് 4 അവസ്ഥകൾ വരുന്നത്. അടുത്തത് ആറ്റത്തിലെ മൗലിക കണങ്ങളിൽ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏത്? ഇലക്ട്രോൺ. ആറ്റത്തിൻ്റെ മൗലിക കണങ്ങളിൽ ഏറ്റവും ഭാരം കുറഞ്ഞത് ഇലക്ട്രോൺ ആണ്. പ്രോട്ടോണും ന്യൂട്രോണാണ് മറ്റ് കണങ്ങൾ വരുന്നത്. അടുത്തത് ആവർത്തന പട്ടികയുടെ പിതാവ് ആര്? മെൻഡലിയേഫ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലിയേഫ് ആണ്. അടുത്തത് ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഹെൻറി കാവൻഡിഷ്. ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. അടുത്തത് ചുണ്ണാമ്പ് കല്ല് ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ചുണ്ണാമ്പ് കല്ല് ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് LDSയിലെ രസതന്ത്രവുമായി ബന്ധപ്പെട്ട് PSCയിൽ ആവർത്തിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.